പോയി ഡ്രസ്സൊക്കെ മാറി നെയ്യ് കുടിച്ച് മാറിയിട്ട് വന്ന് കഴിച്ചിട്ട് നമുക്ക് വിശേഷമൊക്കെ പറയാം. അച്ഛൻ ഇപ്പൊ വരും, എത്താറായി. അച്ഛൻ വിളിച്ചപ്പോ ഇറങ്ങിയപ്പോ വിളിച്ചായിരുന്നു. ലേസ് കിട്ടാൻ വേണ്ടിയല്ലേ അച്ഛൻ അന്വേഷിക്കുന്നത്? ലേസ് കഴിക്കുന്നത് അത്രയ്ക്ക് നമ്മെ സോപ്പണ്ടല്ലേ? പിള്ളേര് വേണ്ട വരുന്നു. ഞാൻ എനിക്കറിയോ ഓർമ്മ ഉണ്ടെന്ന് കളിക്കല്ലേ കള്ളം പറയല്ലേ പറഞ്ഞായിരിക്കും. ഹലോ, തീർച്ചയായിട്ടും അമ്മല്ലേ? ദേവശ്രീ തൊട്ട് മതിയാട്ടോ, ഒന്ന് പെട്ടെന്ന് ദേവശ്രീ അമ്മ എന്നോട് കൊണ്ടുപോയി കാണിക്കണം. കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചപ്പോൾ മരുന്ന് കൊടുത്ത് കുറഞ്ഞു. അവിടെ കൊണ്ടുപോയി കാണിച്ചു നോക്കാൻ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നമുക്ക് എന്താണെന്ന് വെച്ചാൽ മൂക്ക് വയറുവേദനയാണ്. ഇപ്പോൾ ഇന്ന് സ്കൂളിൽ നിന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞ് അങ്ങനെ സ്കൂളിൽ വിളിച്ചുകൊണ്ട് വരാറുണ്ട്. ഏത് ഭാഗത്ത് വേദന? ഈ സൈഡിലാണോ? തുറന്ന വേദന ഉണ്ടോ? നല്ല വേദന ഉണ്ട്. ശ്വാസം എടുക്കേ. നന്നായിട്ട് ബ്രേക്ക് ചെയ്തേ. പേരുണ്ടോ? ഇല്ല. നമ്മുടെ പേരെന്താ? ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? വയറുവേദനയൊക്കെ. അതെ അതെ. ഇത് എന്നോട്ട് തുടങ്ങിയതാ? ഇതിപ്പോൾ 3ാമത്തെ പ്രാവശ്യമാണ്. ആദ്യം എനിക്ക് വന്നപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി കൊടുത്തു, അപ്പോൾ അത് മാറി. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മാറാത്തതുകൊണ്ട് കൂടി കാണിച്ച് അത് കഴിഞ്ഞ് മരുന്ന് കഴിച്ച് മാറി. അത് 3ാമത്തെ പ്രാവശ്യമാണ്. നമുക്കൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെയ്തിട്ട് നമുക്ക് ബാക്കി സിസ്റ്റർ ലാബിൽ കൊടുത്ത് ബ്ലഡ് ടെസ്റ്റ്. ശരി, സിസ്റ്റർ കൊടുത്തു. അവരെ വിളിച്ചു. ശരി, നമുക്ക് റിസൾട്ട് ആയിട്ടുണ്ട്. ബ്ലഡ് ടെസ്റ്റിൽ ചെറിയൊരു അബ്നോർമാലിറ്റി ഞാൻ കാണുന്നുണ്ട്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളൊന്ന് സ്കാൻ ചെയ്യുന്നു. ഇന്നലെ സ്കാൻ ചെയ്യാം. ഇന്നേ സ്കാൻ ചെയ്യും. സിസ്റ്റർ മോളെ സ്കാൻ ചെയ്യും. താങ്ക് യു. സ്കാനിങ് റിപ്പോർട്ട് ആയിട്ടുണ്ട്. മോളെ സിസ്റ്ററിനോടൊന്ന് പറഞ്ഞു. സിസ്റ്റർ, മോളുടെ ഫുഡ് ഹാബിറ്റ് ഒക്കെ എങ്ങനെയാണ്? കുഴപ്പമില്ല, എല്ലാം കഴിക്കുന്ന ഫുഡൊക്കെ കാണാം. അവരൊക്കെ കഴിച്ചോളും. കൂടുതലും വീട്ടിലെ ഫുഡാണോ കഴിക്കുന്നത്? ഫുഡ് ഇടയ്ക്കൊക്കെ അവർക്ക് മടിയാണ് കഴിക്കാനായിട്ട്. ജങ്ക് ഫുഡ് കഴിക്കാറുണ്ട്. ജങ്ക് ഫുഡ്, ചിപ്സ്, നൂഡിൽസ് അതൊക്കെയാണ് കഴിക്കാൻ ഇഷ്ടം. മോളുടെ സ്റ്റൊമക്കിൽ ചെറിയൊരു ഇന്നർ ലെയർ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മുടെ കൂടുതലും നമ്മൾ ഈ ജങ്ക് ഫുഡ്സ് ഒക്കെ കഴിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോമേഷൻ ഉണ്ടാവുന്നത്. നമുക്കിത് ട്രീറ്റ്മെൻറ്റിലൂടെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ട്രീറ്റ്മെൻറ്റിലൂടെ നമുക്ക് ക്യൂർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏർലി സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് പെട്ടെന്ന് അത് ക്യൂർ ചെയ്യാം. പക്ഷെ കുറച്ച് ടൈം എടുക്കും. അതിനനുസരിച്ച് നമുക്ക് ഓരോ സ്റ്റേജിൽ നമുക്ക് ഓരോരോ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് പോകാം.
കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ ഡോക്ടർ? ഇല്ല, കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ജങ്ക് ഫുഡ്സ് ഒക്കെ കുറച്ച് ദിവസത്തേക്ക് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുത്താൽ മതി. കുറച്ച് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ വരും, ഡൈജഷൻ നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ലൈറ്റ് ആയിട്ടുള്ള നല്ല ലൈറ്റ് ഫുഡൊക്കെ കൊടുത്താൽ മതി. വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ മാത്രം കൊടുക്കാൻ ശ്രമിച്ചാൽ മതി. അത് നല്ലതെന്ന് തോന്നുന്നു. ഇതിപ്പോൾ എല്ലാ ഡോക്ടറും അങ്ങനെ തന്നെയല്ലേ പറയുന്നത്. നമുക്ക് ആദ്യം കാണിച്ച ഡോക്ടറിനെ തന്നെ കൊണ്ടുപോയി കാണിച്ചാലോ? എന്നാലും കുഞ്ഞിനിങ്ങനെ ആയല്ലോ, എന്ത് വേദനയായാലും കഷ്ടമാണെന്ന് തോന്നുന്നു. രണ്ടുപേർക്കും മുഖത്തൊരു വിഷമം. ഓളെവിടെ പോയി? വയ്യടാ, അവള് അകത്ത് കിടക്കും. നിങ്ങൾ ചേച്ചിയോടൊപ്പം പോയി കളിച്ചോ? എന്താണ് പ്രശ്നം? എന്താണ് നിങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? കുറച്ച് ദിവസമായിട്ട് വയറുവേദനയാടാ. ആശുപത്രിയിൽ കൊണ്ടുപോയി കാണിച്ചു. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് അവളുടെ വയറിനകത്തൊരു ലെയർ പോലെ ഫോമായിട്ടുണ്ട്. എന്നും ഈ ലേസ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ആണെന്നാണ് പറയുന്നത്. മോള് ലേസൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ടല്ലോ. കഴിക്കൂടാ, ഇനിയും കഴിക്കുന്നുണ്ട്. അതിൻ്റെ ആ ലെയർ പോലെ വയറിനകത്ത് ഫോമായി. അപ്പോൾ അതിനിപ്പോൾ ഒന്നും കഴിക്കാൻ വയ്യ. ഇപ്പോൾ ഇനി ഭയങ്കര വയറുവേദനയൊക്കെയാണ്. അത് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ടേ മാറുമെന്ന് പറയുന്നത്. കുഴപ്പമില്ല, ട്രീറ്റ്മെൻറ്റ് വഴി മാറ്റാൻ പറ്റും. നീ നാളെ ഫ്രീ ആണെങ്കിൽ നാളെ ഞാൻ എന്തായാലും വരാം. ഡോക്ടറെ നമുക്ക് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യണം നല്ലത്. മോളുടെ ഹെൽത്തിന് അതാണ് ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷെ മോളോട് ഞങ്ങളിതൊന്നും ഇതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് വിഷമിക്കണം. നമുക്കിവിടെ ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ഡോക്ടേഴ്സ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കില്ല കാര്യം. പേരെന്താ? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9. മോൾ പേര് ടീച്ചറേതാ? അതെന്താ ടീച്ചറിന് ഇഷ്ടം? നല്ല ടീച്ചർ എന്ന് പറഞ്ഞാൽ ടീച്ചർ നന്നായി പഠിപ്പിക്കും. ക്ലാസ്സിൽ നല്ല കൂട്ടാണ് ടീച്ചർ പഠിക്കുക. ആണ് മോളെ ഫേവറേറ്റ് ഫുഡ് ഏതാ? ലേസ് നൂഡിൽസ് ഒക്കെ ജങ്ക് ഫുഡ് ആയിരിക്കും. അത് മോളെ എന്ത് കഴിക്കാറുണ്ട്? ഏകദേശം എല്ലാ ദിവസവും കഴിക്കും. ഈ നൂഡിൽസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴേ നമുക്ക് ഡൈജസ്റ്റ് ആവാനായിട്ട് 3 ദിവസം അങ്ങോട്ട് അറിയാമോ? അതാണ് നോക്കിപ്പോ വന്നിട്ട് വയറ് വരുന്ന. അത് ഇതുപോലെ കഴിച്ചതിന് കുഴപ്പമില്ല. സാരം ഇല്ല, കുഴപ്പമില്ല. നമുക്ക് അതൊക്കെ ശരിയാക്കി എടുക്കാം. ഇനി മുതൽ മോള് നല്ല ഹെൽത്തി ആയിട്ടുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കുമ്പോഴേക്കും നമ്മൾ നല്ല ശരിയായി ഓക്കെ ആവും. എന്റെ ലൈഫിലെ തന്നെ ഒരു പാർട്ടാണ് പോയത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ജങ്ക് ഫുഡ് ഇഷ്ടമാണ് അല്ലേ? ഇവിടെ ലേസ് കഴിക്കാൻ ആരെങ്കിലും ഉണ്ടോ? അപ്പം എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു. അപ്പോൾ എന്റെ ലൈഫിലെ ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ആരും ആവർത്തിക്കാതെ നിങ്ങൾ തന്നെ നോക്കുക. കാരണം നമ്മൾ ഇപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കാം, എന്താ പറയുക, നമുക്ക് ഇഷ്ടമായിരിക്കാം. പക്ഷേ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അഡിക്ഷനിൽ മാറാൻ പറ്റത്തില്ല. അപ്പോൾ എന്റെ ഒരു റിക്വസ്റ്റ് ആണ്, എന്റെ ലൈഫിലുണ്ടായ ഞാൻ വരുത്തിയ മിസ്റ്റേക്ക് നിങ്ങളൊന്നും വരുത്തരുത്. താങ്ക് യു. നാം കഴിക്കുന്ന ആഹാരത്തിന് രുചിയും മണവും മാത്രമല്ല ഗുണവും വേണം. ആഹാര പദാർത്ഥങ്ങൾ പോഷക സമ്പുഷ്ടമായിരിക്കണം. എന്നാൽ ഇന്ന് കടകളിൽ ലഭിക്കുന്ന ആഹാരം അപകടകരമായ രീതിയിൽ രാസവസ്തുക്കൾ ചേർത്തവയാണ്. അത് കുട്ടികളെ ആകർഷിക്കാൻ മികച്ചതുമാണ്. അതിനാൽ വരും തലമുറയുടെ ആരോഗ്യം കാത്തുരക്ഷിക്കാനായി കുട്ടികൾക്ക് ഇതിന്റെ ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത് നമ്മളാണ്.